Bismillahirrahmanirrahim. Assalatu wassalamu ala rasulil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. അയാസോഫിയയും ഇന്ത്യ തുർക്കി സമീകരണത്തിന്റെ രാഷ്ട്രീയവും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായും ഒരാഴ്ചക്കാലമായി അയാസോഫിയയെക്കുറിച്ച് നിരന്തരമായ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലെയും പത്രമാധ്യമങ്ങളിലെയും പ്രിന്റ് ദൃശ്യ മാധ്യമങ്ങളിലും നടക്കുന്ന നിരവധി ചർച്ചകളും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളെയും അതിൻ്റെ ചരിത്രത്തെയും കൂടുതൽ വിശദീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും എന്താണ് സംഭവിച്ചത് എന്നറിയുക അനിവാര്യമാണ് ഈ ഒരു വിഷയത്തിൽ. 1453 സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നു. അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ മുസ്ലിം ഭരണാധികാരികൾ എല്ലാവർക്കും ഒരേപോലുള്ള ഒരു ആവേശോജ്വലമായ ഒരു വികാരമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്നുള്ളത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കീഴടക്കുന്ന സൈന്യത്തിന്റെ അമീറിനെയും സൈന്യത്തെയും പുകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രവചനം നടപ്പിലാക്കുവാൻ വേണ്ടി ഉമയ്യ ഖിലാഫത്ത് മുതൽ പിന്നീട് നിരന്തരം വിവിധ രാജവംശങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ പലർക്കും കോൺസ്റ്റാന്റിനോപ്പിൾ വരെ കടന്നെത്താൻ കഴിഞ്ഞില്ല. ചിലർ കോൺസ്റ്റാന്റിനോപ്പിൾ കടന്നെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിളിനെ കവർ ചെയ്തിരിക്കുന്ന ആ വലിയ ഫോർട്ടിനെ, ആ വലിയ കോട്ടയെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പലതും പരാജയപ്പെടുകയാണ് ചരിത്രത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ 24 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരനായ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമൻ കൂറ്റൻ സൈന്യത്തെയും കൊണ്ട് ഇസ്താംബൂളിലേക്ക് കടന്നു വരികയും മാസങ്ങളോളമുള്ള ഉപരോധത്തിന്റെയും യുദ്ധത്തിന്റെയും ഫലമായി അവസാനം അത് തകർക്കുകയും കോട്ടവാതിൽ തകർക്കുകയും അകത്ത് കയറുകയും അങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവുകയും യുദ്ധത്തിന്റെ ഫലമായി ഇസ്താംബൂൾ കീഴടക്കുകയും അതിന്റെ ഫലമായി അദ്ദേഹത്തിന് ഫാത്തിഹ് വിജയി എന്ന് പറയുന്ന പദപ്രയോഗം അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. ആ ഒരു സന്ദർഭത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ അവിടുത്തെ മതാധികാരത്തെയും രാജാധികാരത്തെയും നിയന്ത്രിക്കുകയും അതിന്റെ ഏറ്റവും വലിയ സിംബലുകളിൽ ഒന്നായ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാലസിനെ പോലെ തന്നെയായിരുന്നു ഹാഗിയ സോഫിയ എന്ന് പറയുന്ന അയാസോഫിയ എന്ന് ടർക്കിഷിൽ പറയുന്ന ആ സുപ്രധാനപ്പെട്ട ചരിത്രപരമായി വളരെ പ്രാധാന്യം നിറഞ്ഞ ആ ചർച്ച്. എന്തായിരുന്നു സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് അവിടെ വരുമ്പോൾ ആ ചർച്ചിനുണ്ടായിരുന്ന സാഹചര്യം? നമുക്കറിയാം, ഈസ്റ്റേൺ വെസ്റ്റേൺ, അതായത് 2 സാമ്രാജ്യങ്ങളാണ് ലോകത്ത്. ബൈസാന്റിയൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ എംപയർ ഉണ്ടായിരുന്നു. ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയർ, അത് ഇറ്റലിയിലെ റോമിനെ കേന്ദ്രീകരിച്ചുള്ളത്. മറ്റൊന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലെ മുമ്പ് കൊസ്തന്തീനിയ അറബുകളിൽ അറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ കേന്ദ്രവും അത് ഈ കോൺസ്റ്റാന്റിനോപ്പിളിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു, അയാസോഫിയയിൽ വെച്ചായിരുന്നു കിരീടധാരണം നടന്നിരുന്നത്. അവിടെ വെച്ചായിരുന്നു അവരുടെ മുഴുവൻ മതാധികാരമായ രാഷ്ട്രീയാധികാരമായ 90% ചർച്ചകളും കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അയാസോഫിയ എന്നത് ഒരു രാഷ്ട്രീയാധികാരത്തെ പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗവും കൂടിയായിരുന്നു. പിന്നീട് ചരിത്രപരമായി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് അയാസോഫിയ വാങ്ങിയിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഈ കാര്യത്തിൽ ഹിസ്റ്റോറിയന്മാർ 2 തട്ടിലാണ്. 90% ഹിസ്റ്റോറിയന്മാർ പറയുന്നത് അത് വാങ്ങിയിരുന്നു. സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് അത് ക്യാഷ് കൊടുത്ത് വാങ്ങുകയും അദ്ദേഹത്തിന്റെ ഇമ്പീരിയൽ പ്രോപ്പർട്ടിയിലേക്ക് മാറ്റുകയും വഖഫ് സ്വത്തായി പിന്നീട് അത് മാറുകയും ചെയ്യുകയായിരുന്നു സംഭവിച്ചത് എന്നാണ് ഒരു ചരിത്ര വീക്ഷണം പറയുന്നത്. മറ്റൊരു ചരിത്രകാരന്മാർ ഇതിന്റെയൊക്കെ നിഗമനങ്ങളിലൂടെ പറയുന്നത് അന്നത്തെ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം സ്വാഭാവികമായും ഹനഫി മദ്ഹബിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ രാജാധികാരത്തിന്റെ ഈ അധിനിവേശത്തിന്റെയും അല്ലെങ്കിൽ ഈ അറ്റാക്കിന്റെയും ഈ ആക്രമണത്തിന്റെയും ഒരു നിയമം, കസ്റ്റംസ് നോംസ് അനുസരിച്ച് കീഴടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കീഴടക്കുന്ന ഭരണാധികാരിയുടെ കീഴിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. എന്നതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല, അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്
മറ്റൊരു വീക്ഷണം പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു വീക്ഷണത്തിൽ ഒരു ഡോക്യുമെന്റ് നിലവിലുണ്ട്. ആ ഡോക്യുമെന്റിൽ ഇതേപോലെ വാങ്ങുന്നു, അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിലേക്ക് മാറ്റുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ആ ഡോക്യുമെന്റിലുണ്ട്. അതിനെ വിശദീകരിച്ചു കൊണ്ടാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ചരിത്ര വീക്ഷണം ഉള്ളത്. ഈ തരത്തിൽ വെച്ച് നോക്കുമ്പോൾ അയാ സോഫിയ വഖഫ് സ്വത്തായി മാറുന്നു, സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹിന്റെ സ്വന്തം ഇമ്പീരിയൽ പ്രോപ്പർട്ടിയായി മാറുന്നു. അവിടെ ഒരു സംഭവം നടക്കുന്നു. അദ്ദേഹം ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത്, ഈ കീഴടക്കൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഈ സൈന്യം ഇസ്താംബുൾ പ്രദേശങ്ങളിൽ കയറി അറ്റാക്ക് ചെയ്യുകയും ഇതേപോലെ ഈ ഗനീമത്ത് സ്വത്തുകൾ വാരിക്കൂട്ടുന്ന ഒരു തിരക്കിലായിരുന്നപ്പോൾ ഈ അയാ സോഫിയയിൽ എത്തിയ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് കാണുന്നത് ഇതേപോലുള്ള ഒരു സൈനികൻ അയാ സോഫിയയിലെ മാർബിൾ ഇളക്കുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അദ്ദേഹം ഈ സൈനികനെ പറയുന്നു, അത് വിട്ടേക്കുക, അയാ സോഫിയ എനിക്കുള്ളതാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭം ഏകദേശം എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തമാക്കി മാറ്റിയ, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലാണെങ്കിലും സ്വന്തമായി മാറിയ, അത് പിന്നീട് ചരിത്രപരമായി തന്നെ വഖഫ് സ്വത്തായി മാറിയ ആ സംഭവം ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹിന്റെ ക്യാരക്ടറും കൂടിയാണ്. സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് ആയിരുന്നു ഉസ്മാനിയ ഖിലാഫത്ത് അല്ലെങ്കിൽ ഉസ്മാനിയ സൽത്തനത്തിലെ, അവിടെ ദൗലത്ത് ഉസ്മാനിയ എന്നാണ് അവർ തന്നെ വിളിക്കുക. ദൗലത്ത് ഉസ്മാനിയ ആദ്യകാലങ്ങളിൽ അങ്ങനെയാണ് ആ പദപ്രയോഗം വന്നിരുന്നത്. ദൗലത്ത് ഉസ്മാനിയയിൽ മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്ന മൾട്ടി പ്ലൂറൽ സിസ്റ്റം കൊണ്ടുവന്നത് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് ആയിരുന്നു. എന്ന് വെച്ചാൽ വിവിധ എത്നിക് റിലീജിയസ് കമ്മ്യൂണിറ്റികളെ അവിടെ കുടിയിരുത്തുകയും അവർക്ക് പരിപൂർണമായ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അവരുടെ മുഴുവൻ ആരാധനാ സ്ഥാപനങ്ങൾക്കും അവരുടെ വിശ്വാസാചരണങ്ങൾക്കും അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണൽ അവരുടെ വ്യക്തി അവകാശങ്ങൾക്ക് മുഴുവൻ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതും പോരായിട്ട് അവരിലെ ഓരോരോ റെപ്രസെന്റേറ്റീവ് ഉസ്മാനി ദർബാറിലേക്ക് ക്ഷണിക്കപ്പെടുകയും ഇവരിലൂടെ ഈ റെപ്രസെന്റേറ്റീവിലൂടെ അവരുടെ ഭരണ നിർവഹണം നടത്തുകയും ചെയ്തിരുന്നു. അതിനെ മില്ലത്ത് സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം വരെയെങ്കിലും, ഏകദേശം 19ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയെങ്കിലും, ഉസ്മാനിയ ഖിലാഫത്തിന്റെ തുടക്കവും അവസാനം വരെയെങ്കിലും അത് പേരില്ലെങ്കിൽ പോലും പിന്നീട് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതായത് അത്രയും സൂക്ഷ്മമായ, അത്രയും പവർ ഉണ്ടായിട്ട് പോലും, ഒരു സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് പോലും നമുക്ക് പറയാമല്ലോ, സഹിഷ്ണുത എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. അധികാരമുണ്ടായിട്ട് നിനക്ക് ഞാൻ ടോളറൻസ് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതും, അധികാരമുണ്ടായിട്ട് പോലും അവരുടെ തന്നെ വിവിധ റിലീജിയസ് എത്നിക് കമ്മ്യൂണിറ്റികളുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ പ്രാതിനിധ്യം പോലും ഉറപ്പുവരുത്താൻ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് പരിശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ആ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് ആണ് ഈ തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 1600 വരെയെങ്കിലും ഒരേ സമയം തന്നെ ഈ ചർച്ചിൽ ഒരു ഭാഗം ക്രിസ്ത്യൻ ആചാരങ്ങൾക്ക് മാറ്റിവെക്കുകയും ബാക്കി ഭാഗം നമസ്കാരം തുടരുകയുമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. എന്നിട്ട് 1600-കൾക്ക് ശേഷമാണ് അതൊരു പള്ളിയായി മാറുന്നത്. പക്ഷേ എന്നാൽ പോലും അതിലെ വിവിധ ക്രിസ്ത്യൻ സിംബലുകളെയും, മറിയമിന്റെയും ജീസസിന്റെയും ഇതുപോലെ വിവിധ ഏഞ്ചൽസിന്റെയും എല്ലാം സിംബലുകൾ, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ അതുപോലെ സൂക്ഷിക്കുകയും നമസ്കാര സമയത്ത് മറച്ചു വെക്കുകയും ചെയ്യുകയായിരുന്നു ആ ഒട്ടോമൻ ഉസ്മാനികളുടെ അവസാനം വരെയുള്ള, ഏകദേശം പറഞ്ഞാൽ 1934 വരെയും ആ ഒരു രീതിയായിരുന്നു അവർ പിന്തുടർന്നിരുന്നത്. അതായത് ആ ചിഹ്നങ്ങളെ നശിപ്പിച്ചില്ല, അതിനെ അതേപടി കീപ്പ് ചെയ്തു. അതും പോലെ മറ്റു ഏറ്റവും വലിയ പ്രത്യേകത, വിവിധ കാലഘട്ടങ്ങളായി ഈ ഈസ്റ്റേൺ വെസ്റ്റേൺ റോമൻ എംപയറുകളും കാത്തലിക് ഓർത്തഡോക്സ് തമ്മിലുള്ള സ്ട്രഗിളിനെയും കാരണത്താൽ ഈ അയാ സോഫിയെ വേണ്ട രീതിയിൽ പ്രിസർവ് ചെയ്യാൻ, സൂക്ഷിക്കാൻ ഈ ക്രിസ്ത്യൻസ് കഴിഞ്ഞിരുന്നില്ല എന്നതും ചരിത്രപരമായ ഒരു വസ്തുതയായിരുന്നു. സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് ആണ് അതിന് വേണ്ട രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഏർപ്പെടുത്തിയതും. ഈ രീതിയിലേക്ക് വിവിധ കാലഘട്ടങ്ങളായി ഉസ്മാനി ഖലീഫമാർ വിവിധ ഭാഗങ്ങളിലേക്ക് അതിനെ മിനറേറ്റുകളും അതിനെ കുബ്ബകൾ പണിയുകയും വിവിധ ഫോർട്ടുകൾ ഉണ്ടാക്കുകയും വിവിധ പുതിയ അതിനെ കൂടുതൽ വിശാലമാക്കുകയും ചെയ്ത ഉസ്മാനികളാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ട് പൂർണ്ണമായും അത് ഉസ്മാനി
സ്ട്രക്ചറായി ഉസ്മാനിയ ആർക്കിടെക്ചറിന്റെ ഒരു ഭാഗമായി മാറുകയാണ് പുറം ഭാഗങ്ങളിൽ ചെയ്തിരുന്നത്. ഉൾഭാഗങ്ങളിൽ അതിൻ്റെ അതേ രീതിയിൽ നിലനിർത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് മുസ്തഫ കമാൽ പാഷ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തിന് ശേഷം മുസ്തഫ കമാൽ പാഷ അധികാരത്തിൽ വരികയും മുസ്തഫ കമാൽ അത്താതുർക്ക് എന്നുള്ള പദം സ്വീകരിക്കുകയും പിന്നീട് 1935 വരെയുള്ള 24 മുതൽ 35 വരെയുള്ള സെക്യുലറൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരുന്നു നമസ്കാരം നിലനിന്നിരുന്ന ആ പള്ളിയിൽ നിന്ന് നമസ്കാരത്തെ മാറ്റി. അതായത് അവിടെ മുസ്ലിം സംഘാടനത്തെ, മുസ്ലിം ചിഹ്നങ്ങളെ, മുസ്ലിം ഡ്രസ് കോഡിനെ, മുസ്ലിം ചിന്തകളെ, മുസ്ലിം പ്രവർത്തനങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്ത അതിൻ്റെ ഒരു സ്ഥാപനത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന വിവിധ തരത്തിലെ ഇസ്ലാമിക ചിഹ്നങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞതിന്റെ ഒരു ഭാഗമായിരുന്നു 1934 അയാ സോഫിയയെ, നമസ്കാരം നിലനിന്നിരുന്ന ആ അയാ സോഫിയയെ നമസ്കാരം എടുത്തു മാറ്റി മ്യൂസിയമാക്കി പ്രഖ്യാപിച്ചത്. ഇത് സ്വാഭാവികമായും മ്യൂസിയമായി പ്രഖ്യാപിച്ചത് വെസ്റ്റേണും അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കും ഈ പറയുന്ന ഒരു വികാരം കീപ്പ് സൂക്ഷിക്കുന്നവർക്കും, ലെഫ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് സെക്യുലറിസമാണ് കമാൽ പാഷ സ്വീകരിച്ചിരുന്നത്. ഈ കൺസെപ്റ്റ് ഒക്കെ നിലനിന്നിരുന്ന ആൾക്കാർക്ക് അയാ സോഫിയ മസ്ജിദായി വഖഫായി മാറിയ അയാ സോഫിയയെ മ്യൂസിയമാക്കി മാറ്റുന്നതിൽ സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷം പതിറ്റാണ്ടുകളായ അയാ സോഫിയയുടെ പള്ളിയിലേക്ക് മാറ്റുക, അതായത് നമസ്കാരം തിരിച്ചു കൊണ്ടുവരിക. ഇവിടെ പള്ളിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ മുഴുവൻ സ്ട്രക്ചർ തുടച്ചു മാറ്റി അതിൻ്റെ എല്ലാ ക്രിസ്ത്യൻ സിമ്പിളെയും തകർത്തെറിഞ്ഞ് പൊളിച്ചു മാറ്റി പള്ളിയാക്കുക എന്നുള്ളതായിരുന്നില്ല അതിൻ്റെ ആശയം. എടുത്തു കളഞ്ഞ നമസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരിക, പള്ളി എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു. അതിന് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹ് ഖാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും പതിറ്റാണ്ടുകളായി അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തുകയും അങ്ങനെ ഇദ്ദേഹത്തിന്റെ കാലത്ത്, എർദുഗാന്റെ കാലത്ത്, ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് അത് വിവിധ നിയമ പോരാട്ടത്തിന്റെ അവസാനത്തിൽ അത് മോസ്കായി, അതായത് നമസ്കാരം നിർവഹിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, ബാങ്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. അവിടെയും സംഭവിക്കുന്ന ചിലർ മുറവിളി കൂട്ടുന്നത് പോലെ ഇതിന്റെ മ്യൂസിയം എന്ന് പറയുന്ന യുനെസ്കോയുടെ ഹെറിറ്റേജിൽ ആ സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞിട്ടില്ല. ഇപ്പോഴും മുമ്പ് പൈസ കൊടുത്തിട്ടാണ് ആൾക്കാരെ ഈ മ്യൂസിയം എന്ന രീതിയിൽ കാണാൻ അത് അനുവദിച്ചിരുന്നെങ്കിൽ ഫ്രീ ആയിട്ട് ആൾക്കാർ കാണാൻ വരുന്നു. ക്രിസ്ത്യൻ സിംബലുകളെ അതേപോലെ അവിടെ സൂക്ഷിക്കുന്നു. നമസ്കാരം 5 വഖത്ത് നേരമുള്ള നമസ്കാര സമയത്ത് അത് മറച്ചു വെക്കുന്നു. നമസ്കാരം കഴിയുമ്പോൾ അത് തുറന്നു കാണിക്കുന്നു. എല്ലാവരും കാണുന്നു, അവർ പോകുന്നു. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാ സോഫിയ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറയുന്ന ഭീതി കൊണ്ടുവരുന്നത് അത് വേറെന്തൊക്കെയോ ലക്ഷ്യമാണ്. അല്ലെങ്കിൽ തുർക്കിയുടെ പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ നടന്ന നിയമ പോരാട്ടങ്ങളെ തിരസ്കരിക്കുന്നതിന്റെ ഭാഗവും കൂടിയാണെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വാഭാവികമായും ഇതായിരുന്നു അതിന്റെ തുടക്കം. നമ്മുടെ വിഷയത്തിന്റെ ഈ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ബാബരി മസ്ജിദിനോടാണ് ഈ വിഷയം ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മിത്തിക്കലായ ഒരു ആരോപണത്തിന്റെ പേരിൽ ഒരു പള്ളി തകർക്കുകയും ആ പള്ളി തകർത്ത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പിന്നീട് സുപ്രീം കോർട്ട് തന്നെ പറഞ്ഞു അത് അങ്ങനെ ഒരു തെളിവില്ല എന്നും, ഇപ്പോൾ നേപ്പാളിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളൊക്കെ പറയുന്നത് പോലെ രാമൻ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഭാഗത്തായിരുന്നു അയോധ്യ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഒറിജിനൽ നടന്ന വഖഫ് സ്വത്തായി മാറിയ ഒരു പള്ളിയോട് ചരിത്രപരമായി നിലനിന്ന ഒരുപാട് പള്ളിയിലേക്ക് മാറ്റുക എന്ന് പറയുന്ന ആവശ്യത്തിന് സാധൂകരണമുള്ള ഒരു വിഷയത്തോട് ഈ മിത്തിക്കൽ ചർച്ചയെ ബന്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അല്ലെങ്കിൽ രസകരമായ വിഷയം. ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എർദുഗാനെ ചിത്രീകരിക്കുന്നത്, എങ്ങനെയാണ് AK പാർട്ടിയുടെ ഗവൺമെന്റിനെ ചിത്രീകരിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്രധാന വിഷയം. അതിന് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടം. എർദുഗാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫാസിസ്റ്റ് ആയിട്ട്, ഏകാധിപതിയായിട്ട്, സ്വേച്ഛാധിപതിയായിട്ട് തുർക്കിയിലെ മോഡിയായി ചിത്രീകരിക്കുക, അതുപോലെ മോദിയെ ഇന്ത്യയിലെ എർദുഗാനായി ചിത്രീകരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. 1900 തുടക്കം മുതൽ ഇതുവരെ നിരവധി കൂട്ടക്കൊലകൾ നടത്തിയ, നിരവധി ജനസൈഡ് നടത്തിയ,
നിരവധി ആൾക്കാരെ കൊന്നൊടുക്കിയ, ഇന്നും ദിവസങ്ങളോളം ലിഞ്ചിങ് നടത്താൻ തക്ക രീതിയിൽ ആശയപ്രചാരണം നടത്തിയ RSSന്റെ ഭാഗമായ, അതിൻ്റെ പ്രചാരകരായ, അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയായ, അതിൻ്റെ പേരിൽ രണ്ടാം ഘട്ട പ്രധാനമന്ത്രിയായ ഒരു മനുഷ്യനോടാണ് 1970 ശേഷം രാഷ്ട്രീയത്തിൽ വന്ന, അതായത് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ അവകാശങ്ങൾക്കും രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയ, അതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച, ഇതുവരെയും ജീവിതത്തിൽ ഒരു കൂട്ടക്കൊലകൾക്കോ ഒരു അറ്റാക്കിനോ, പേഴ്സണൽ അറ്റാക്കിനോ തുർക്കിയുടെ ദേശീയ ചരിത്രത്തിൽ ഒരു അനുഭവം പോലും ഇല്ലാത്ത, എന്നാൽ നേരെ തിരിച്ച് ഭരണകൂട ഭീകരതയ്ക്ക് വിധേയനായ ഒരു മനുഷ്യനോട് ബന്ധിപ്പിക്കുന്നത്, ഒരേ തരത്തിൽ ഫാസിസ്റ്റായ ഒരു മനുഷ്യനും ഒരേ തരത്തിൽ ഇസ്ലാമിക വാല്യൂവിനെ കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതിൻ്റെ മറ്റൊരു വിഷയമാണ് BJP എന്നതിനെയും AK പാർട്ടിയെയും അല്ലെങ്കിൽ RSSനെയും AK പാർട്ടിയും തമ്മിൽ സമീകരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വംശീയ ഉന്മൂലനം, അതായത് മൈനോറിറ്റിയുടെയും സ്വന്തം സമൂഹത്തിലെ തന്നെ അധികൃതരായ അവർണരായ ആൾക്കാരുടെ ഉന്മൂലനവും കൂടി ലക്ഷ്യം വെക്കുന്ന, അവരുടെ മേൽ സ്വേച്ഛാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന, സയോണിസത്തിൻ്റെയും ഇറ്റലിയിലെ ഫാസിസത്തിൻ്റെയും ആശയങ്ങൾ കടമെടുക്കണം, അതിൽ ആവേശം കൊള്ളുന്ന ഒരു ടീമിൻ്റെ ഒരു വിഷയത്തോടാണ് AK പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ കമാലിസ്റ്റ് ഭരണകൂടങ്ങളുടെയും കമാലിസ്റ്റ് പട്ടാള മേധാവികളുടെയും പ്രവർത്തനങ്ങളെ നേരിട്ട് എതിർത്തുകൊണ്ട് തുർക്കിയിൽ വിവിധ തരത്തിലുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരികമായ വിപ്ലവങ്ങളും പരിഷ്കരണങ്ങളും നടത്തിയ ഒരു പാർട്ടിയോട് സമീകരിക്കുന്നത്. അതാണ് മറ്റൊരു വൈരുദ്ധ്യം. പിന്നെ BJP അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ സൊസൈറ്റിക്ക് എന്താ നൽകിയ, RSS എന്താ നൽകിയ? കൂട്ടക്കൊലകളല്ലാതെ ഇസ്ലാമോഫോബിക് ആയ, അല്ലെങ്കിൽ അവർണരോട് വിരുദ്ധമായ, മൈനോറിറ്റി വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായ വിവിധ തരത്തിലുള്ള ആന്റികളുടെ ഒരു സിന്തസിസ് എന്നല്ലാതെ, അതുപോലെ തന്നെ രാഷ്ട്രീയ ക്രമത്തിൽ വിവിധ കാലഘട്ടങ്ങളായി ജനങ്ങളെ പതിതാവസ്ഥയിലെത്തിക്കുക, സാമ്പത്തികമായും രാഷ്ട്രീയപരമായും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച, നിലവിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. 2000 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു സമൂഹത്തിൽ വികസനം മാത്രം നൽകിയ, അവിടെ അദാലത്ത് വ കാൽക്കുംന പാർട്ടീസ് എന്നാണ് AK പാർട്ടി എന്നതിൻ്റെ പൂർണ്ണരൂപം തുർക്കി ഭാഷയിൽ. അദാലത്ത് എന്ന് വെച്ചാൽ ജസ്റ്റിസ്, കാൽക്കുംന എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ്. ഈ രണ്ട് കാര്യങ്ങളുടെയും സാക്ഷാത്കരിച്ച രീതിയിലുള്ള ചരിത്രമാണ് AK പാർട്ടിയുടെ ജീവിതത്തിലുള്ളത്, അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളത്. അതായത് ഒരു 99% മുസ്ലിങ്ങളുള്ള ഒരു സൊസൈറ്റിയിലാണ് കമാൽ പാഷയുടെ നേതൃത്വത്തിലുള്ള സെക്യുലറൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതിനെ ചൂടുപിടിച്ച പിന്നീട് വന്ന മിലിറ്ററി ഭരണകൂടങ്ങളും ചെയ്തത്. ആ ഒരു സൊസൈറ്റിയിൽ മുസ്ലിം ഒരു വനിതയ്ക്ക് സ്കാർഫ് ധരിക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, പബ്ലിക് സ്പേസിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും പോകണമെങ്കിൽ സ്കാർഫിന്റെ മുകളിൽ വിഗ് വെക്കേണ്ടിരുന്ന, മുടി വെച്ചുള്ള വിഗ് വെക്കേണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ സ്ത്രീക്ക് അവരുടെ പേഴ്സണൽ ചോയ്സിനെ അവകാശം കൊടുത്ത ഒരു AK പാർട്ടി. അതുപോലെ വിവിധ കുർദിഷ് മൈനോറിറ്റി എന്ന് പറയുന്ന ഒരു മൈനോറിറ്റിക്ക്, അതാണല്ലോ AK പാർട്ടിയെ മൈനോറിറ്റികളെ, എത്നിക് മൈനോറിറ്റികളെ അറ്റാക്ക് ചെയ്യുന്നു, കാശ്മീരിനെ അറ്റാക്ക് ചെയ്ത BJPയെ പോലെ AK പാർട്ടി കുർദുകളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. കുർദുകളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2000 വരെയും ഒരു രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തെയും സംഘാടനത്തെയും അവിടുത്തെ ഭരണഘടനാപരമായി തന്നെ എതിർത്ത് പോയിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. AK പാർട്ടിയാണ് അവർക്ക് ആ സ്വാതന്ത്ര്യം നൽകിയത്, അവരുടെ ഭാഷയെ ദേശീയവൽക്കരിച്ചത്, അവരുടെ ഭാഷയിൽ അവർക്ക് കരിക്കുലം തയ്യാറാക്കിയത്, രാഷ്ട്രീയ പ്രവേശനത്തിന് സാധ്യത ഒരുക്കിയത്. AK പാർട്ടിയുടെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2015 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത് ഡെമോക്രാറ്റിക് പാർട്ടീസ് എന്ന് പറയുന്ന HDP എന്ന് പറയുന്ന കുർദിഷ് കുർദ് പാർട്ടിയായിരുന്നു. ഈ പാർട്ടി 10% വോട്ടോടുകൂടി പാർലമെന്റിൽ വരുന്നത് AK പാർട്ടിയുടെ തന്നെ രാഷ്ട്രീയോത്ഗ്രഥത്തിന്റെ പൊളിറ്റിക്കൽ ഇനേഷന്റെ ഭാഗമായിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യം പോലും പ്രദാനം ചെയ്തത് AK റിഫോമിന്റെ. ഇത് BJP ചെയ്തിട്ടുണ്ട്. അവിടെ ജൂ സൊസൈറ്റി ആവട്ടെ, ക്രിസ്ത്യൻ സൊസൈറ്റി ആവട്ടെ, മുസ്ലിങ്ങളിൽ തന്നെയുള്ള
അലവി എന്ന് പറയുന്ന ഷിയാക്കളിലെ ഏറ്റവും താഴെയുള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ പള്ളിക്ക് മുസ്ലിമാണ്, പക്ഷെ ഷിയാക്കളിലെ ഏറ്റവും സബ് ബ്രാഞ്ചുകളിൽ ഒന്നാണ് അലവികൾ എന്നുള്ളത്. തുർക്കിയിലുമുണ്ട്, 1% മറ്റുമേ ഉള്ളൂ മുസ്ലിങ്ങളിൽ. അവരുടെ പള്ളിക്ക് പള്ളി എന്ന് പറയുന്ന തരത്തിൽ ഒരു കൊടുത്തിരുന്ന അവർക്ക് ഗ്രാൻഡ് കൊടുത്തിരുന്നില്ല പള്ളിക്ക്, താരിഫ് അങ്ങനെയൊന്നുമില്ല. AK പാർട്ടിയാണ് മുസ്ലിം എന്ന ഐഡന്റിറ്റി കൊണ്ട് പള്ളിക്ക് അപ്പോസ് ചെയ്യും അവർ. യെസ്, ഹലോ, ആ പള്ളിക്ക് പള്ളി എന്ന് പറയുന്ന സ്റ്റാറ്റസ് അവർ കൊടുക്കുന്നത്. ഹലോ, ഓക്കെ 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 അങ്ങനെ എന്ന് വെച്ചാൽ ഞാൻ വരുന്നത് ഇങ്ങനെ സ്വന്തം മുസ്ലിം സൊസൈറ്റിയിലെ തന്നെ മൈനോറിറ്റിക്ക് അവകാശങ്ങൾ കൊടുത്തതാണ് AK പാർട്ടി. BJPക്ക് എങ്ങനെ ഒരു ചരിത്രമുണ്ടോ? അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ എലക്ഷൻ തന്നെ നോക്കുക, കുതിര കച്ചവടങ്ങളും കിട്ടുവാരലും കച്ചവടവും ആണല്ലോ ഇന്ത്യയിൽപ്പെട്ട പൊളിറ്റിക്സ് തന്നെ. പക്ഷെ തുർക്കിയിലെ പൊളിറ്റിക്സിൽ ഇതുവരെയും, അതായത് യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ അവിടെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് കൂടുതൽ ശക്തമാക്കുക, ഡെമോക്രാറ്റൈസേഷൻ കൂടുതൽ ശക്തമാക്കുക അവരുടെ ഒരു പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ്. ഈ ഒരു തരത്തിൽ അതിന്റെ ഭാഗമായി കൊണ്ട് എല്ലാ പ്രക്രിയ പോലും സുതാര്യമാക്കാൻ വേണ്ടി AK പാർട്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയുമുള്ള ഇലക്ഷനിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന BJP ചെയ്യുന്നത് പോലെ കുതിര കച്ചവടം തുർക്കിയിലില്ല. അപ്പൊ ഈ തരത്തിലുള്ള ഒരിക്കലും താരതമ്യം ചെയ്യാത്ത രണ്ട് പാർട്ടികളെയും രണ്ട് നേതാക്കന്മാരുടെയും അവർ പേറുന്ന ആശയത്തെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് എർദോഗാൻ സ്വേച്ഛാധിപതിയാവുന്നു, എർദോഗാൻ ഏകാധിപതിയാവുന്നു, എർദോഗാൻ ഫാസിസ്റ്റ് ആവുന്നു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെ, അതായത് AKPയെ മുന്നിൽ കാണുമ്പോൾ AKPയുടെ ചർച്ചകളെ മുന്നിൽ വെക്കുമ്പോഴും ഇന്ത്യൻ തുർക്കി രാഷ്ട്രീയ സമീകരണത്തിന്റെ പ്രശ്നങ്ങൾ ഈ തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. അഥവാ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ അതിനെ പരിപോഷിപ്പിക്കാൻ AK പാർട്ടി കഴിഞ്ഞു. പക്ഷെ ഇതൊരിക്കലും എല്ലാവരും എക്സ്ക്ലൂസീവായിരുന്നില്ല, ഇൻക്ലൂസീവായ രാഷ്ട്രീയ രീതിയാണ് അവർ സ്വീകരിച്ചത്. തുർക്കിയിലെ തന്നെ സെക്യുലറിസത്തെ റീഡിഫൈൻ ചെയ്യാൻ AK പാർട്ടിക്ക് കഴിഞ്ഞു. എങ്ങനെയെന്നാൽ പാസീവായ സെക്യുലറിസത്തെ അസർട്ടീവായ സെക്യുലറിസമാക്കി മാറ്റാൻ AK പാർട്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. അതായത് ഫ്രീഡവും പീസും, സ്വാതന്ത്ര്യവും സമാധാനവും ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ്. അല്ല സമാധാനം നിലനിർത്താൻ വേണ്ടി ശക്തി ഉപയോഗിച്ചല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഓരോരുത്തർക്ക്, ഒരു കമ്മ്യൂണിറ്റിക്കും സിറ്റിസൺസിനും അവർക്ക് ആവശ്യമായ ഫ്രീഡം നൽകേണ്ടതുണ്ട് എന്നൊക്കെ രീതിയിലാണ് AK പാർട്ടി അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദീകരിക്കുന്നത്. ഇങ്ങനെ നിരവധി ചർച്ചകളിലൂടെ AK പാർട്ടിയുടെയും BJPയെയും ഇന്ത്യയെയും തുർക്കിയെയും ഒരിക്കലും സമീകരിക്കാൻ പറ്റാത്ത ചരിത്ര, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.